പ്രിയ കൂട്ടുകാരെ, കാണാക്കാഴ്ചകൾ തേടിയുള്ള എൻ്റെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിൽ കുറുപ്പുംപടി മുടക്കുഴ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സെപ്റ്റി ടാങ്ക് നിർമ്മാണശാലയിലേക്കാണ്. കെട്ടിട നിർമ്മാണ മേഖലയിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്ന, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആവശ്യ വസ്തുവാണ് സെപ്റ്റി ടാങ്ക്. ഇത് ഇപ്പോൾ പല അളവുകളിൽ ഫൈബറിലും കോൺക്രീറ്റിലുമുള്ള സെപ്റ്റി ടാങ്കുകൾ ധാരാളമായി ലഭ്യമാണ്. ഈ സെപ്റ്റി ടാങ്കുകൾ എവിടെയാണ്, എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമ്മളിൽ പലർക്കും വ്യക്തമായ അറിവില്ല. എന്നാൽ കോൺക്രീറ്റിൽ നിർമ്മിക്കുന്ന ഈ സെപ്റ്റി ടാങ്ക് നിർമ്മാണം നമുക്കൊന്ന് നേരിൽ കണ്ടാലോ? പോകാം നമുക്ക് സെപ്റ്റി ടാങ്ക് നിർമ്മാണശാലയിലേക്ക്. ടാങ്ക് നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടം, ഇതിൻ്റെ ഏത് അളവിലുള്ള ടാങ്കുകളാണോ നിർമ്മിക്കേണ്ടത് അതേ അളവിൽ കമ്പി കെട്ടുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടം. കമ്പി കെട്ടുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ റിങ്ങും ഈ താഴെ കാണുന്ന ഈ റിങ്ങുകളെല്ലാം വിവിധ അളവിലുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അളവുകളാണ്. ഈ റിങ് ഈ സംവിധാനത്തിൽ കയറ്റി വെച്ച ശേഷം ഈ ലിവർ ഇങ്ങനെ കറക്കുമ്പോൾ എത്ര വേണമോ അത്രയും അളവ് കൂട്ടുകയും തിരിച്ചു കറക്കിയാൽ ഏത് ചെറിയ അളവുകളിലേക്ക് കുറയ്ക്കുകയും ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ 2 അടി മുതൽ 5 അടി വരെയുള്ള ടാങ്കുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഈ കമ്പി വളരെയേറെ ബലവത്തായ കമ്പിയാണ്. ഇത് ഉരുക്ക് കമ്പിയാണ്. ഈ വലിയ കമ്പി ആദ്യം വച്ച ശേഷം ഈ ചെറിയ കമ്പി ഈ റിങ്ങുകളിൽ ചുറ്റുന്നു. റിങ്ങുകളിൽ ചുറ്റിയ ശേഷം ബൈൻഡിങ് വയർ അഥവാ നൂൽക്കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ബലവത്താക്കുന്നു. ഇത് സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു അച്ചാണ്. അവിടെ വെച്ച് നമ്മൾ കെട്ടിയ കമ്പി ഈ അച്ചിനുള്ളിൽ നിക്ഷേപിച്ച ശേഷം നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കി ബലവത്താക്കുന്നു. അതിനുശേഷം ഈ അച്ചുകളെ ചെയിൻ ബ്ലോക്ക് ഉപയോഗിച്ച് ഈ മെഷീൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുന്നു. ഇനി അടുത്ത പടി കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. സെപ്റ്റി ടാങ്ക് നിർമ്മാണത്തിനാവശ്യമായ കോൺക്രീറ്റ് മിശ്രിതം കൂട്ടുവാനുള്ള തിരക്കിലാണ് ഉത്തർപ്രദേശ് സ്വദേശികളായ ഈ തൊഴിലാളികൾ. ഇവർ 4 പേർ ആണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതിൽ 3 പേർ ടാങ്ക് നിർമ്മാണത്തിലും ഒരാൾ മെയിൻ്റനൻസിലും ആണ് ജോലി ചെയ്യുക. കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുവാൻ വേണ്ടി 8 ചട്ടി മെറ്റലും 1 ചാക്ക് സിമൻറ്റും 6 ചട്ടി മണലും എന്ന ക്രമത്തിലാണ് ഇവർ കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുന്നത്. ഇവിടെ കാണുന്ന ഈ മിക്സർ മെഷീനിൽ 1.5 ചാക്ക് കോൺക്രീറ്റ് കൂട്ടുവാൻ കഴിയും എന്നുള്ളത് വലിയൊരു സവിശേഷതയാണ്. ഇവർ കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മെറ്റലും സിമൻറ്റും മിക്സർ മെഷീനിൽ നിക്ഷേപിച്ച ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കുന്നു. അതിനുശേഷമാണ് ഇവർ മണൽ നിക്ഷേപിക്കുക. ഇവിടെ തയ്യാറായി കഴിഞ്ഞ കോൺക്രീറ്റ് മിശ്രിതം യന്ത്രത്തിനു മുകളിൽ കയറ്റി വച്ചിരിക്കുന്ന അച്ചിൻ്റെ ഇരുഭാഗങ്ങളിലുമായി സ്റ്റോക്ക് ചെയ്യുക എന്നതാണ് അടുത്ത നടപടി. ഇവിടെ ഈ മെഷീനത്തിന് മുകളിൽ വച്ചിരിക്കുന്ന
അച്ചിൻ്റെ ഇരുഭാഗത്തും കോൺക്രീറ്റ് സജ്ജമായി കഴിഞ്ഞു. ഇനി അടുത്ത പടി എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വലിയ ഒരു ബെൻസ് ലോറിയുടെ എൻജിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള ഒരു എൻജിനാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരാൾ ആ എൻജിൻ്റെ കാർബറേറ്ററിൽ വെള്ളം നിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ എൻജിൻ എന്ന് പറയുമ്പോൾ ഇതിന് ക്ലച്ചും ഗിയറും ബ്രേക്കും എല്ലാം ഉണ്ട്. അയാൾ ആ എൻജിൻ പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇവിടെ 2 പേർ ചേർന്ന് കോൺക്രീറ്റ് ഒരിക്കൽ കൂടി മിക്സ് ചെയ്യുവാൻ ഉള്ള ശ്രമത്തിലാണ്. ഇവിടെ അയാൾ എൻജിൻ്റെ സീറ്റിൽ കയറിയിരുന്നു. ഇതാ എൻജിൻ സ്റ്റാർട്ടാക്കി കഴിഞ്ഞു. എൻജിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ യന്ത്രത്തിന് മുകളിൽ കയറ്റി വച്ചിരിക്കുന്ന സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുന്നതിനുള്ള അച്ച് കറങ്ങുവാൻ തുടങ്ങി. ക്രമേണ കറങ്ങുന്നതിന് സ്പീഡ് കൂടി വന്നു. കൂടുതൽ തേയ്മാനം ഉണ്ടാകാതിരിക്കുവാൻ അച്ചിൻ്റെ ഒരു സൈഡിൽ അയാൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അച്ച് കറങ്ങുന്നതിന് സ്പീഡ് കൂടി വന്നു. ഇതായിപ്പോൾ നല്ല സ്പീഡിലാണ് അച്ച് കറങ്ങുന്നത്. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യന്ത്രം പ്രവർത്തിപ്പിച്ചിരുന്നയാൾ താഴെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ അച്ചിനുള്ളിലേക്ക് അവർ കോൺക്രീറ്റ് ശവ്വൽ ഉപയോഗിച്ച് കോരി എറിയുന്നത് കാണാം. ഇരുഭാഗത്തു നിന്നും അച്ചിനുള്ളിലേക്ക് കോൺക്രീറ്റ് തെരുതെരെ കോരി എറിയുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അച്ച് നല്ല രീതിയിൽ തന്നെയാണ് കറങ്ങുന്നത്. ഇവർ 3 പേരും കോൺക്രീറ്റ് ശവ്വൽ ഉപയോഗിച്ച് അച്ചിനുള്ളിലേക്ക് കോരി എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ 2 പേരും ഒരു സൈഡിൽ 2 പേരും മറുഭാഗത്ത് ഒരാളുമാണ് കോൺക്രീറ്റ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ച് നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്. കറങ്ങുന്നതിനനുസരിച്ച് കോൺക്രീറ്റ് ഇവർ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ 3 ചാക്കിൻ്റെ കോൺക്രീറ്റാണ് കിടക്കുന്നത്. ഇനി നമുക്ക് മറുഭാഗത്ത് ഒന്ന് പോയി നോക്കാം. ഇവിടെ 1.5 ചാക്ക് കോൺക്രീറ്റാണ് ഉണ്ടായിരുന്നത്. ഇവിടെയും 2 പേർ ചേർന്ന് കോൺക്രീറ്റ് അതിനുള്ളിലേക്ക് ശവ്വൽ ഉപയോഗിച്ച് വീണ്ടും കോരി എറിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ടാങ്കിനുള്ളിൽ 4.5 ചാക്ക് സിമൻറ്റിൻ്റെ കോൺക്രീറ്റ് ആയിക്കഴിഞ്ഞു. അച്ച് അതിശക്തമായി കറങ്ങുന്നത് മൂലം റിങ്ങിൻ്റെ ഉൾഭാഗം വളരെ വൃത്തിയും വെടിപ്പുമുള്ളതായി മാറുകയും അതോടൊപ്പം ഒരേ ലെവലിൽ വരുന്നതും ഒരു മനോഹര കാഴ്ച തന്നെയാണ്.
കോൺക്രീറ്റിനുള്ളിലെ വെള്ളമെല്ലാം പുറത്തു വരുന്നത് വരെ ഈ കറക്കം തുടർന്നു കൊണ്ടേയിരിക്കും. ഇതാ ഇപ്പോഴും അച്ച് വളരെ ശക്തമായി തന്നെയാണ് കറങ്ങുന്നത്. ഇതാ 2 തൊഴിലാളികൾ അച്ചിൻ്റെ ഇരുഭാഗത്തും വന്നു കഴിഞ്ഞു. ഇനിയും അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നീളമേറിയ 2 ചട്ടുകങ്ങളുമായി 2 പേർ അച്ചിൻ്റെ ഇരുഭാഗത്തും നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആ ചട്ടുകം ഉപയോഗിച്ച് കോൺക്രീറ്റിൽ ഊറി വരുന്ന വെള്ളമെല്ലാം അവർ പുറത്തേക്ക് തെറിപ്പിച്ച് കളയുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. ഇതിന് നല്ല കഴിവും പ്രാപ്തിയും അതോടൊപ്പം തന്നെ ഒരു എക്സ്പീരിയൻസും അത്യാവശ്യമുള്ള ഒരു ജോലിയാണ് ഇതിൽ നിന്നും ഈ വെള്ളം തെറിപ്പിച്ച് കളയുക എന്നുള്ളത്. സിമൻറ്റ് കലർന്ന വെള്ളം താഴേക്കൂടി ഒഴുകുന്നതും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. കോൺക്രീറ്റിൽ ഊറി വന്നിരിക്കുന്ന വെള്ളമെല്ലാം സൈഡിലേക്ക് വലിച്ചഴിപ്പിക്കുകയും വീണ്ടും ഇതുപോലെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയുകയുമാണ് ഇവർ ചെയ്യുന്നത്. വളരെയേറെ ശ്രദ്ധയും അതോടൊപ്പം വൈദഗ്ധ്യവും ഈ തൊഴിലിന് വളരെയേറെ ആവശ്യമാണ്. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് റിങ്ങിനുള്ളിലെ വെള്ളമെല്ലാം വീണ്ടും പുറത്തേക്ക് വലിച്ചു കളയുന്നു. ഇതിനും വളരെയേറെ വൈദഗ്ധ്യം അത്യാവശ്യമാണ്. കോൺക്രീറ്റിനുള്ളിലെ ജലാംശം പരമാവധി പുറത്തേക്ക് വലിച്ചു കളയുവാനുള്ള ശ്രമത്തിലാണ് ഈ 2 തൊഴിലാളികളും. അതിന് അവർ ഒരു പ്രത്യേകതരം ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നീളമേറിയ ഒരു മരക്കമ്പിൽ ഒരു ബ്രഷ് ബന്ധിപ്പിച്ചതാണെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ ഒരിക്കൽ കൂടി മറുഭാഗത്തേക്ക് വന്നു. ഇവിടെ നിൽക്കുന്ന തൊഴിലാളിയും അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. സെപ്റ്റി ടാങ്കിൻ്റെ പണി ഏകദേശം ഇവിടെ കഴിയാറായിരിക്കുന്നു. മറുഭാഗത്തു നിന്ന് ടാങ്കിൻ്റെ പണി ഏകദേശം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. മറുഭാഗത്ത് നിന്നയാൾ എൻജിൻ ഓഫ് ചെയ്യാനായി പോയിരിക്കുന്നു. നമുക്ക് ടാങ്കിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ടാലോ? ഇതാ വളരെയേറെ ഭംഗിയായി തന്നെയാണ് ടാങ്കിൻ്റെ ഉൾഭാഗം നിലകൊള്ളുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പണി കൂടി ഒന്ന് കണ്ടാലോ? ഫുൾ സർക്കിളിൽ വാർത്തിരിക്കുന്ന ഒരു സ്ലാബ് ടാങ്കിനുള്ളിൽ കയറ്റി വച്ച ശേഷം അവിടം തേച്ച് മിനുക്കി ലോക്ക് ചെയ്യുന്ന ജോലിയാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. സെപ്റ്റി ടാങ്ക് നിർമ്മാണത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ എത്തിക്കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിൽ വന്ന് ഇത്രയേറെ കഷ്ടപ്പെട്ട് മാടുകളെപ്പോലെ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതരീതി നമുക്കൊന്ന് കാണണ്ടേ? ഇതാണ് ഇവിടെ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ
ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. ഈ കാണുന്നത് അവരുടെ കിച്ചണാണ്. ഇത് ആഹാരം പാകം ചെയ്യുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന പാത്രങ്ങൾ. ഇവിടെ ഒരു സ്ലാബ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരടുപ്പും ആഹാരം പാകം ചെയ്യാനുള്ള മറ്റു സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇത് വാഷ് ബേസിനാണ്. കൈ കഴുകുന്നതിന് മറ്റും ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണിത്. പുറത്തേക്ക് വന്നാൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നറിയില്ല. വല്ലാത്തൊരു മനം മടിപ്പിക്കുന്ന ഗന്ധമാണ് ഇവിടെ നിന്നും വമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ അല്പം ലോങ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.